സിറാജ് ലൈവ് ഓഫ് ബീറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. രാജ്യത്ത് ജനാധിപത്യത്തിന് കാവലായി നീതിപീഠമുണ്ടെന്ന് ഒരിക്കൽ കൂടി സുപ്രീം കോടതി തെളിയിച്ച ദിവസമാണിന്ന്. ഡൽഹി മദ്യനയ അഴിമതി കേസിൻ്റെ പേരിൽ ഡൽഹിയിലെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ 50 ദിവസം ED ജയിലിലടച്ചു. ഒടുവിൽ കോടതി കെജ്രിവാളിന് ഇടക്കാല ജാമ്യം നൽകിയിരിക്കുന്നു. സുപ്രധാനമായ നിരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടാണ് കോടതി കെജ്രിവാളിനെ ഇന്ന് ജാമ്യത്തിൽ വിട്ടിരിക്കുന്നത്. രാജ്യം ശക്തമായ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഘട്ടത്തിൽ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് എല്ലാ സന്നാഹങ്ങളും ഒരുങ്ങി നിൽക്കുകയായിരുന്നു 2024 മാർച്ച് 21 കെജ്രിവാളിൻ്റെ അറസ്റ്റ്. നേരത്തെ പ്രതീക്ഷിച്ചിരുന്നതാണ് തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് കെജ്രിവാളിനെ പൂട്ടുമെന്ന്. അതുതന്നെ ED ചെയ്തു. പക്ഷേ ആ അറസ്റ്റിനെ ചോദ്യം ചെയ്തുകൊണ്ട് കെജ്രിവാൾ സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്ന വേളയിൽ കോടതി സ്വമേധയാ ഒരു ഇടക്കാല ഹർജി എന്ന ആവശ്യം കോടതി തന്നെ മുന്നോട്ട് വെക്കുകയും കെജ്രിവാളിന് ഇടക്കാല ജാമ്യം നൽകേണ്ടതുണ്ട് എന്ന് കോടതി തന്നെ വ്യക്തമാക്കിക്കൊണ്ടാണ് കെജ്രിവാളിനെ ഇന്ന് വിട്ടയക്കാൻ പോകുന്നത്. ഇന്ന് രാത്രിയോടെ തന്നെ അദ്ദേഹം ജയിൽ മോചിതനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കെജ്രിവാൾ ഒരു സൂപ്പർ ഹീറോയായി മടങ്ങിയെത്തുകയാണോ? ഈ വിഷയമാണ് ഇന്ന് ഓഫ് ബീറ്റ് ചർച്ച ചെയ്യുന്നത്. ഓഫ് ബീറ്റിലേക്ക് സ്വാഗതം. ഉസമാഷേ, നമ്മൾ എപ്പോഴും പറയാറുണ്ട് നീതിദേവതയുടെ കണ്ണടഞ്ഞു പോകില്ല, നമുക്ക് പ്രതീക്ഷയായിട്ട് എപ്പോഴും നീതിപീഠങ്ങൾ ഉണ്ടാകും എന്ന്. കഴിഞ്ഞ കുറേ വിധികളിൽ സുപ്രീം കോടതി അത് വെളിവാക്കിയിട്ടുമുണ്ട്, ഇലക്ട്രൽ ബോണ്ട് അടക്കമുള്ള കേസുകളിൽ. ഇപ്പോൾ കെജ്രിവാളിൻ്റെ കാര്യത്തിലും കോടതി വ്യക്തമായിട്ട് ആ കാര്യം പറഞ്ഞിരിക്കുന്നു. ഇത് കോടതി പറഞ്ഞത് ഇങ്ങനെയാണ്: ഇതൊരു അസാധാരണമായ സാഹചര്യത്തിലുള്ള അസാധാരണമായ ഒരു നടപടിക്രമമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി പറയുന്നത്. ED അവരുടെ എല്ലാ ആയുധങ്ങളും എടുത്ത് അവസാനം വരെ കോടതിയിൽ പൊരുതുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. ശക്തമായിട്ട് ED വാദിച്ചു കെജ്രിവാളിനെ ഒരു നിലക്കും ജാമ്യം നൽകാൻ പാടില്ല എന്ന്. ED അതിന് പറഞ്ഞ ഒരു ഉദാഹരണമുണ്ട്. കെജ്രിവാൾ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കുകയാണെങ്കിൽ കർഷകർക്ക്, അതായത് തിരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ കെജ്രിവാളിനെ ജയിലിലിടുന്നതാണല്ലോ ചോദ്യം ചെയ്യപ്പെട്ടത്. തിരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ കെജ്രിവാളിനെ പുറത്തിറക്കുന്നത്, അദ്ദേഹത്തിന് ഒരു ജാമ്യം നൽകുന്നത്, ഒരുപക്ഷെ നാളെ ജയിലിലടക്കപ്പെടുന്ന കർഷകൻ വിളവെടുപ്പിൻ്റെ സമയത്ത് ജാമ്യം വേണം എന്നാവശ്യപ്പെട്ടാൽ അപ്പോഴും ജാമ്യം അനുവദിക്കേണ്ടി വരില്ല എന്നൊരു ചോദ്യമാണ് തുഷാർ മേത്ത ഇന്ന് കോടതിയിൽ ഉന്നയിച്ചത്. കോടതി അതിന് വ്യക്തമായ മറുപടി നൽകിയത് വിളവെടുപ്പ് എന്ന് പറയുന്നത് 5-6 മാസം കൂടുമ്പോൾ ഉണ്ടാകുന്നതാണ്. പക്ഷേ തിരഞ്ഞെടുപ്പ് അങ്ങനെയല്ല, 5 വർഷം കൂടുമ്പോൾ ഉണ്ടാകുന്നതാണ്. തിരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവെന്ന നിലയിൽ രണ്ട് സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന ദേശീയ പാർട്ടിയുടെ നേതാവെന്ന നിലയിൽ അദ്ദേഹത്തിന് മാത്രമല്ല, അദ്ദേഹം ആ തിരഞ്ഞെടുപ്പിൻ്റെ കോടതിയുടെ ഓർഡറിൻ്റെ ഒരു ഭാഗം ഞാൻ വായിച്ചുകൊണ്ട് മുസ്തമാഷിലേക്ക് വരാം. കോടതി പറയുന്നത് ഇങ്ങനെയാണ്: Arvind Kejriwal is the Chief Minister of Delhi and a leader of one of the national parties. No doubt serious accusations have been made, but he has not been convicted. He does not have any criminal antecedents. He is not a threat to the society. The investigating in the present cases have remained pending since August 2022. Arvind Kejriwal was arrested as noted above on 21/3/2024. കൃത്യമായിട്ട് കോടതി പറയുകയാണ്, അദ്ദേഹം ഒരു ദേശീയ നേതാവാണ്, അദ്ദേഹത്തിന് ക്രിമിനൽ പശ്ചാത്തലമില്ല, അദ്ദേഹം രാഷ്ട്രീയത്തിൽ പ്രാമുഖ്യമുള്ള ഒരു നേതാവാണ്, അദ്ദേഹത്തിനെതിരെ സീരിയസ് ആയിട്ടുള്ള അലിഗേഷൻസ് ഉണ്ട് എന്നത് കോടതി അംഗീകരിച്ചുകൊണ്ട് തന്നെ ഈ അറസ്റ്റിന് തിരഞ്ഞെടുത്ത സമയം ശരിയല്ല എന്നാണ് കോടതി പറയുന്നത്. കോടതിയുടെ ഈ വിധി ഇന്ത്യ മുന്നണിക്ക് ഒരു വലിയ പ്രതീക്ഷ നൽകുന്ന ഒന്നായി തീരുകയല്ലേ? കോടതി ഇവിടെ എടുത്തിട്ടുള്ളത് ഒരിക്കലും ഇതിൻ്റെ മെറിറ്റിലേക്ക് കോടതി ഈ ഘട്ടത്തിൽ പോകുന്നില്ല, അത് പോവുകയുമില്ല. ഉറപ്പായിട്ടും ജാമ്യ അപേക്ഷയോടൊപ്പം വളരെ അപൂർവമായി മാത്രമേ കേസിൽ കോടതി ഇടപെടുന്നുള്ളൂ. ഈ ആരോപണങ്ങൾ തെളിയിക്കപ്പെടട്ടെ, അതിന് തെളിവുകളുണ്ടെങ്കിൽ കൊണ്ടുവരട്ടെ, അത് മറ്റൊരു കാര്യമാണ്. പക്ഷെ കോടതി ഇവിടെ കണക്കിലെടുത്തിട്ടൊരു കാര്യം, ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അതിനെ കോടതി വളരെ വിശുദ്ധമായി കാണുകയും ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഫെയർ ആൻഡ് ഫ്രീ എലക്ഷൻ നടക്കണം എന്ന് കോടതി കണക്കിലെടുക്കുകയും ചെയ്യുന്നു. ഇത് യഥാർത്ഥത്തിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇന്ത്യക്കകത്ത് മാത്രമുള്ള ഒരു വിഷയമല്ല. ആഗോള മാധ്യമങ്ങളും ആഗോള രാഷ്ട്രങ്ങളും ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു.
US വളരെ കൃത്യമായി അതിൽ ഇടപെട്ട് സംസാരിച്ചിട്ടുണ്ട്. US മറ്റൊരു രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടുന്നതിനോട് നമുക്ക് വിയോജിപ്പുണ്ട്. അത് പലപ്പോഴും അത് അനാവശ്യമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ ലോകത്ത് തന്നെ ഒരു കൺസെൻസ് ഉണ്ടായിരുന്നു. ഇന്ത്യ ഒരു ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. നിരവധി കാലങ്ങളായി വളരെ കൃത്യമായ ഇടവേളകളിൽ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത്തവണ തിരഞ്ഞെടുപ്പിൽ ഭരിക്കുന്ന പാർട്ടി വലിയ തോതിൽ ഇടപെടുന്നതിൻ്റെ ഉദാഹരണങ്ങൾ നിരവധിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രവുമല്ല, ജനങ്ങൾക്ക് തന്നെയും ഇനിയൊരു തിരഞ്ഞെടുപ്പ് ഇവിടെ ഉണ്ടാകുമോ എന്ന് തരത്തിലുള്ള ആശങ്ക ജനങ്ങളുടെ മനസ്സിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ച് ആഗോളതലത്തിൽ തന്നെയുള്ള ഒരു ബാഡ് ഇമേജിനെ, മോശം പ്രതിച്ഛായയെ രക്ഷപ്പെടുത്തുകയാണ്, അതിൽ നിന്ന് കരകയറ്റുകയാണ് കോടതി ചെയ്തിരിക്കുന്നത് എന്ന വിശാലമായ അർത്ഥത്തിലാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു പ്രതിപക്ഷത്തിന് വിലയില്ലാതാക്കുക എന്ന് പറയുന്നത് ജനാധിപത്യ പ്രക്രിയയെ തകർക്കുന്നതിൻ്റെ ലക്ഷണം തന്നെയാണ്. അത് രാഹുലിനെതിരെ തുടങ്ങിയിട്ടുള്ളതാണ്. നമ്മൾ ഇതേ ഫ്ലോറിൽ അത് സംസാരിച്ചിട്ടുള്ളതാണ്. രാഹുലിനെതിരെ കേസെടുക്കുന്നു, അപകീർത്തി കേസിൽ യാതൊരു സംഗതിയുമില്ലാത്ത കേസ് തിടുക്കപ്പെട്ടെടുക്കുന്നു, ശിക്ഷ നൽകുന്നു. ഈ സംഭവം ഉണ്ടായിട്ടുള്ളതാണ്. ഇതും അത് തന്നെയാണ്. എന്ത് വിഡിതമാണ് ഈ കാണിക്കുന്നത്? ഒരു നേതാവിനെ, ഇപ്പം നേരത്തെ തങ്ങൾ വായിച്ച ആ വിധി ശകലത്തിലുള്ളതുപോലെ ഒരു നേതാവിനെ പിടിച്ചകത്തിലാണ്. അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഉണ്ടാവരുത്, അത്രയേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. നാളത്തെ കാര്യമേ അല്ല ഇത് സംസാരിക്കുന്നത്. മാത്രമല്ല, ED എടുത്ത കേസുകളിലൊക്കെ നമുക്കറിയാം എത്രമാത്രം ശിക്ഷിക്കപ്പെടാറുണ്ട്, എത്രമാത്രം ഈ അമിതാവേശം കാണിക്കുന്നതായിട്ട് കോടതി തന്നെ പലവട്ടം കണ്ടെത്തിയിട്ടുള്ള കാര്യമാണ്. ഇവിടെ തന്നെയും തുടക്കത്തിൽ ഇതിൻ്റെ കുറ്റപത്രത്തിലൊന്നും തന്നെ കെജ്രിവാളിൻ്റെ പേരുണ്ടായതില്ല. കവിതയെ അറസ്റ്റ് ചെയ്തതിന് ശേഷമാണെന്ന് ED തന്നെ സമ്മതിക്കുന്ന കാര്യമാണ്. പിന്നീടാണ് അദ്ദേഹത്തെ ചേർക്കുന്നത്. അപ്പം ഇതിലൊരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള രാഷ്ട്രീയമായ പകപോക്കലുണ്ട്, രാഷ്ട്രീയമായൊരു കുതന്ത്രം ഇതിനകത്തുണ്ട്. വളരെ വ്യാപകമായ ആളുകളെ കൂട്ടാൻ കഴിയുന്ന ഒരു നേതാവ് എന്ന നിലയിൽ ക്രൗഡ് പുള്ളറായൊരു നേതാവിനെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നിന്ന് മാറ്റി നിർത്തുക എന്ന കുതന്ത്രത്തിനാണ് യഥാർത്ഥത്തിൽ കോടതി തിരിച്ചടിയിട്ടുള്ളത്. നമുക്കൊരിക്കലും ഇന്നത്തെ നിലയിൽ ഈ കേസ് പൊളിഞ്ഞുവെന്നോ കേസിൽ ആഘോഷിക്കാനോ കോടതിയിൽ ഒരു നിലപാടെടുത്തോ എന്നോ ഒരിക്കലും പറയാൻ പറ്റില്ല. മാത്രമല്ല, അദ്ദേഹത്തിന് മുഖ്യമന്ത്രി എന്നതിലുള്ള കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നതിനൊക്കെ കോടതി വിലക്കുകൾ വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ കോടതി വളരെ ഗൗരവപൂർവ്വം കണ്ടിരിക്കുന്നു. അതിൽ ഈ നേതാവ് അവസാന ഘട്ടത്തിൽ എങ്ങനെ ഉണ്ടായിരിക്കണം എന്ന നിലപാട് കോടതി എടുത്തിരിക്കുന്നു. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ വിളവെടുപ്പിൻ്റെ കഥയൊന്നും പറയണ്ട, ഇത് 5 വർഷം കൂടുന്ന തെരഞ്ഞെടുപ്പാണ്, ഇതിന് പ്രാധാന്യമുണ്ട്, ആ പ്രാധാന്യത്തോടെ തന്നെ കാണേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി തങ്ങളുടെ ഒറ്റ വരിയിൽ താങ്കൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ, ഇന്ത്യ മുന്നണിയെ ഉറപ്പായും ദ ഹീറോ ഈസ് ബാക്ക് കറക്റ്റ് വന്നിരിക്കുന്നു. കാരണം ജയിലിൽ കഴിഞ്ഞ 50 ദിവസം അല്ലേ, യെസ് കറക്റ്റ്, കെജ്രിവാളിൻ്റെ ഇമേജിൽ മാറ്റം വന്നിരിക്കുന്നു. കെജ്രിവാൾ, നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്, ഒരു നേതാവിനെ രൂപപ്പെടുത്തുന്നത് സമരങ്ങളാണ്, തെരുവിലെ രാഷ്ട്രീയ പ്രക്രിയകളാണ്. നമ്മൾ നിരവധി കണ്ടിട്ടുള്ള കാര്യമാണ്. നോക്കൂ, ഇദ്ദേഹം ജയിലിലിരിക്കെ ഡൽഹി ശാന്തമായിരുന്നില്ല. ഈ ശാന്തം ഞാൻ ഉദ്ദേശിക്കുന്നത് സംഘർഷം ഉണ്ടായിരുന്ന അക്രമാസക്തമല്ല, മറിച്ച് സമരഭരിതമായിരുന്നു. AAPയുടെ നേതൃത്വത്തിൽ സമരം നടത്തിയിട്ടുണ്ട്. ഇന്ത്യ മുന്നണിയുടെ വലിയ സംഘം അവിടെ നടന്നിട്ടുണ്ട്. അതെല്ലാം കെജ്രിവാളിൻ്റെ അതുവരെ ചിത്രത്തിലില്ലായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ സുനിത കെജ്രിവാൾ മുന്നോട്ട് വരികയും ചെയ്തു. അപ്പൊ നോക്കൂ, അവിടുത്തെ വേദിയിൽ കെജ്രിവാളിൻ്റെ ഒരു സീറ്റ് അവർ ഒഴിച്ചിട്ടു. കെജ്രിവാൾ ഈസ് അലൈവ് എന്നാണ് നമ്മളത് കാണണത്. അതിനെ പിന്നീട് അത് രാമനുമായിട്ട് ബന്ധപ്പെടുത്തിയൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഉത്തരേന്ത്യയിൽ ആവശ്യമാണ്. രാമൻ പട്ടാഭിഷേകം കഴിഞ്ഞ് കാട്ടിലേക്ക് പോവേണ്ടി വന്നപ്പോൾ അദ്ദേഹത്തിന് അവിടെ ഒരു സിംഹാസനം ഒഴിച്ചിട്ടു, എന്നിട്ടാണ് ഭരതൻ ഭരണം നടത്തിയത് എന്ന് പറയുന്നുണ്ട്. ആ ചരിത്രമൊക്കെ എടുത്തു ഉയർത്തുന്നുണ്ട്. അതൊക്കെ പൊളിറ്റിക്കലി അത് നമ്മുടെ മിത്താണല്ലോ, മിത്ത്. അപ്പോൾ അതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. എന്തൊക്കെ ആയാലും അവിടെ ജയിലിലിരിക്കുമ്പോൾ ഇവിടെ സമരം നടക്കും. ഈ സമരം കെജ്രിവാളിനെ വല്ലാത്തൊരു ഇമേജ് ഉണ്ടാക്കിയിരിക്കുന്നു. മാത്രമല്ല, ഇൻസുലിനൊക്കെ കൊടുക്കാതെ വളരെ പീഡനം, എന്താണ് ഒരാളുടെ അസുഖത്തെ പോലും കണക്കിലെടുക്കുന്നില്ല എന്ന് പറയുന്നത്. പിന്നീട് 300-ന് മുകളിൽ പോയപ്പോഴാണ് അദ്ദേഹത്തിന് ഇൻസുലിൻ കൊടുക്കാൻ തീരുമാനം. ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് നേതാവിനെ എങ്ങനെ ഇല്ലാതാക്കാൻ കഴിയുമെന്ന് പരമാവധി അദ്ദേഹത്തിന്റെ വരവ് നിങ്ങൾ നോക്കിക്കോ,
അത് വലിയ ഒന്നൊന്നര വരവായിരിക്കും ഉണ്ടാവുക. അത് വലിയ മാറ്റമുണ്ടാക്കും. ഈ കേസ് മുഴുവൻ എടുത്തത് ബൂമറാങ് ആണ്, ഇത് മുഴുവൻ തിരിച്ചടിക്കണ പരിപാടിയാണ് എന്ന് നമ്മൾ നേരത്തെ തന്നെ ഇത് കെജ്രിവാളിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തപ്പോൾ എല്ലാവരും വിലയിരുത്തിയ കാര്യമാണ്. അത് കുറെ കൂടി വ്യക്തമാവുന്ന ഒരു സന്ദർഭമായിരിക്കും ഇത് എനിക്ക് തോന്നുന്നു. ഇനി നമ്മളതിൻ്റെ കണക്കുകളിലേക്കൊക്കെ പോകാമെന്ന് എനിക്ക് തോന്നുന്നു. ഏതൊക്കെ പിന്നെ സാധനങ്ങളാണ്, അതെ, അതിലേക്ക് വരുമ്പം അത് കുറെ കൂടി വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. ഇനി വോട്ടെടുപ്പ് നടക്കാനുള്ള സ്ഥലങ്ങളിലൊക്കെ അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട ക്യാമ്പയിനറായിരിക്കും. അദ്ദേഹത്തിന് വേണ്ടി ജനങ്ങൾ ഇരച്ചു വരും. അങ്ങനെ തന്നെയാണ് ഒരു നേതാവ് ഉണ്ടായി വരിക. നമ്മൾ ഇന്ന് ഇഴകീറി കറക്റ്റായി കെജ്രിവാളാണോ നമ്മുടെ രക്ഷകൻ എന്നൊന്നും നമ്മൾ പറയാൻ പോകണ്ട. അദ്ദേഹത്തിന് ഐഡിയോളജിക്കലി പല പ്രശ്നവും ഉണ്ടാവും. ഇന്നിപ്പോൾ അവരുടെ ഇതിനുള്ള പ്രതികരണം ജനാധിപത്യം ജയിച്ചു എന്ന് പറയുന്നതിന് ശേഷം പറഞ്ഞത് ഹനുമാനാണ്. ഹനുമാൻ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ട്. അതുപോലെ നിലപാടുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ മറ്റൊരു പ്രശ്നമാണ്. പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ മുഖത്ത് രാഹുൽ ഉണ്ടാക്കി വന്നിട്ടുള്ള ഒരു ഓളമുണ്ട്. ആ ഓളത്തിന് ഒരു വലിയ ശക്തി പകരാനും ചില കണക്കുകളിലേക്ക് ഈ സജീവം സമാഷ് പറഞ്ഞതിന്റെ തുടർച്ചയായിട്ടാണ്. നോക്കൂ, കെജ്രിവാൾ ഇപ്പോൾ ജയിൽ മോചനം നേടാൻ പോകുന്ന ഒരു സമയമെന്ന് പറയുന്നത് അതീവ നിർണായകമായ ഒരു സമയമാണ്. 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 3 ഘട്ട തെരഞ്ഞെടുപ്പുകൾ അവസാനിച്ചു കഴിഞ്ഞു. ഈ 3 ഘട്ടത്തിൽ പ്രധാനമായിട്ടും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. അവിടെ കെജ്രിവാളിന്റെ നേതൃത്വത്തിന് വലിയ ഒരു സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുകയില്ല. കെജ്രിവാൾ കാരണം അവിടെ കോൺഗ്രസ് അടക്കമുള്ള ശക്തികൾക്ക് സ്വാധീനമുള്ള ഇടമാണ്. പക്ഷേ നമ്മൾ ഉത്തരേന്ത്യയിലേക്ക് പോകുമ്പോൾ കെജ്രിവാൾ ഇന്ന് വെറുമൊരു AP നേതാവല്ല. ഒരുപക്ഷെ നരേന്ദ്രമോദി കഴിഞ്ഞാൽ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളറായിട്ട് കെജ്രിവാൾ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും ഗംഭീരമായിട്ട് ആളുകളോട് സംസാരിക്കാൻ കഴിയുന്ന നേതാവാണ്. അതും ഉത്തരേന്ത്യയുടെ ഹിന്ദി ബെൽറ്റുകളിലൊക്കെ ആണെങ്കിൽ കൃത്യമായിട്ട് അവരുടെ ലാംഗ്വേജിൽ ഹിന്ദി വളരെ ഗംഭീരമായിട്ട് സംസാരിക്കാൻ കഴിയുന്ന ഒരു നേതാവായിട്ട് കെജ്രിവാൾ മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അടുത്ത ഘട്ടങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് മെയ് 25 അഥവാ 6ാമത്തെ ഘട്ടത്തിലാണ്. അത് കഴിഞ്ഞ് അന്ന് തന്നെ ആ 6ാം ഘട്ടത്തിൽ തന്നെ ഹരിയാനയിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന മറ്റൊരു സംസ്ഥാനം. അത് കഴിഞ്ഞ് ജൂൺ 1 അവസാന ഘട്ടത്തിൽ പഞ്ചാബിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ഈ 3 സംസ്ഥാനങ്ങളിൽ കെജ്രിവാൾ ഒരു നിർണായകമായ ശക്തിയാണ്. നിർണായകമെന്ന് പറഞ്ഞാൽ അവിടെ കെജ്രിവാളിന് വലിയ സീറ്റുകളുണ്ടെന്നും നിലവിൽ അദ്ദേഹം വലിയ കക്ഷിയാണെന്നുമല്ല. പക്ഷേ കെജ്രിവാളിന് ശക്തമായിട്ട് സ്വാധീനിക്കാൻ കഴിയുന്ന 3 പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളാണ്. ഈ 3 പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളുടെ കണക്കെടുക്കുമ്പോൾ 30 സീറ്റുകൾ നമ്മൾ കാണണം. ഡൽഹി, അവിടെ 7 സീറ്റുകളുണ്ട്. ഈ 7 സീറ്റിലും നിലവിൽ BJP ആണ് അവിടെ ലോക്സഭാ സീറ്റിൽ പ്രതിനിധാനം ചെയ്യുന്നത്. ഹരിയാനയിൽ 10 സീറ്റുകളുണ്ട്. ഈ 10 സീറ്റിലും നിലവിൽ 2019 BJP ആണ്. പഞ്ചാബിലേക്ക് വരുമ്പോൾ 13 ലോക്സഭാ സീറ്റുകളുണ്ട്. ഈ 13 ലോക്സഭാ സീറ്റിൽ 8 സീറ്റുകളിലാണ് കോൺഗ്രസ് ആണുള്ളത്. ബാക്കി 4 സീറ്റുകളിൽ BJPയും ശിരോമണി അകാലിദളും തമ്മിലുള്ള ഒരു സഖ്യം. ആ സഖ്യം ഇന്നില്ല, പഴയ സഖ്യമാണുള്ളത്. ഒരു സീറ്റിൽ AP ആണ്. അത് നമ്മൾ ഈ 30 സീറ്റിന്റെ കണക്കെടുത്ത് പരിശോധിക്കുമ്പോൾ 21 സീറ്റുകളിൽ നിലവിൽ BJP ഉള്ള ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. പക്ഷേ 2024 വരുമ്പോൾ ചിത്രം മാറുമെന്നത് വ്യക്തമാണ്. കാരണം പഞ്ചാബ് ഇന്ന് പൂർണ്ണമായിട്ടും AAPയുടെ കയ്യിലാണ്. അതുകൊണ്ട് തന്നെ പഞ്ചാബിലുള്ള 13 സീറ്റുകളിൽ AAPക്ക് നിർണായകമായ സ്വാധീനം ഉണ്ടാകാൻ പോകുന്നു. പഞ്ചാബ് മുഖ്യമന്ത്രി സ്റ്റേജിലേക്ക് കയറുന്നതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ഇന്നിപ്പം കെജ്രിവാളിനെ കാണാൻ വേണ്ടി പോയിട്ടുണ്ട്. പോകുന്നുണ്ട്. അതെ. അപ്പോൾ പഞ്ചാബിൽ നിർണായകമായ ശക്തിയായിട്ട് AAP മാറാൻ പോകുന്നു എന്നൊരു ധ്വനിയുണ്ട്. അവിടെ കെജ്രിവാൾ ഒരു സൂപ്പർ ഹീറോയായി പ്രചാരണത്തിനെത്തുമ്പോൾ ഉണ്ടാകുന്ന സ്ഥിതി നമുക്ക് ആലോചിക്കാം. ഹരിയാന പരിശോധിക്കൂ. ഹരിയാനയിൽ 3 അവിടെയൊക്കെ കാറ്റ് മാറി വീശി തുടങ്ങിയെന്ന് വ്യക്തമാണ്. 3 സ്വതന്ത്ര MLA ഹരിയാനയിലെ BJP സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചതോടെ ആ സർക്കാർ ഇന്ന് ന്യൂനപക്ഷമായിട്ട് നിൽക്കുകയാണ്. അവിടെയും ചലനങ്ങൾ ഉണ്ടാക്കാൻ AAP നേതാവിന് കഴിയും. ഡൽഹി നമ്മൾ പറയേണ്ടതില്ല. കഴിഞ്ഞ കുറേ ദിവസമായിട്ട് കെജ്രിവാളിന് വേണ്ടിയുള്ള സമരങ്ങൾ നടക്കുന്ന ഒരു ഭൂമികയാണ്. അവിടെ എന്തായാലും കെജ്രിവാളിന് ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ജയിലിൽ നിന്നെടുത്ത തീരുമാനങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുമ്പോൾ ജയിലിലും അദ്ദേഹം ഹേമന്ത് സോറനെ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഹേമന്ത് സോറനെ ജാർഖണ്ഡ് മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുമ്പോൾ ഇതുപോലൊരു കേസിൽ കുടുക്കിയിട്ട് ED അറസ്റ്റ് ചെയ്തതിന് തൊട്ടു മുമ്പ് അദ്ദേഹം രാജിവെക്കുകയാണ്. പക്ഷേ കെജ്രിവാൾ എന്ന നേതാവ് അവിടെ രാജിവെച്ചിട്ടില്ല. അദ്ദേഹം ജയിലിൽ ഇരുന്നു കൊണ്ട് തന്നെ ഡൽഹിയിലെ തെരഞ്ഞെടുപ്പും ഡൽഹിയിലെ ജലവിഭവവുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ വിഷയങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ ഉത്തരവുകൾ ഇറക്കുകയുണ്ടായി. അതിനെതിരെ പല തോതിലുള്ള വിമർശനങ്ങൾ ഉയർന്നത് സത്യമാണ്. പക്ഷേ
ധൈര്യം ഈ സർക്കാരിനെ ഭരിക്കാനുള്ള ശേഷി തനിക്കുണ്ട്, ജയിലിൽ അടച്ചതുകൊണ്ട് താൻ എവിടെയും പോകില്ല എന്നുള്ള ഒരു വ്യക്തത നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അത് പരിശോധിക്കുമ്പോൾ ഈ 3 സംസ്ഥാനങ്ങളിൽ ഇനി കെജ്രിവാളിൻ്റെ ഒരു തരംഗമുണ്ടാവാൻ പോവുകയാണ്. അദ്ദേഹം ഒരു സൂപ്പർ ഹീറോ പരിവേഷത്തിൽ വരുന്നു, അതോടൊപ്പം രാഹുൽ ഗാന്ധിയുടെ പ്രചാരണങ്ങൾ നടക്കുന്നു. എന്തായാലും BJPയെ സംബന്ധിച്ചിടത്തോളം ഈ മണ്ണ് 2019 പോലെ BJPക്ക് എളുപ്പമാകാനുള്ള ഒരു സാഹചര്യവും ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ പ്രധാനപ്പെട്ട ഈ 3-4 സ്റ്റേറ്റുകളിൽ അദ്ദേഹത്തിനുള്ള സ്വാധീനം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് കൃത്യമായി തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രമുള്ളപ്പോൾ അദ്ദേഹത്തെ അഴിക്കുള്ളിലാക്കിയിരുന്നത്. പക്ഷേ അഴിക്കുള്ളിലാക്കുമ്പോൾ മുസ്തഫ മാഷ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു നേതാവ് ശക്തിപ്പെടുകയാണ് എന്നതുകൂടി നമ്മൾ കാണേണ്ടതുണ്ട് എന്നതാണ്. കള്ളപ്പണം തടയൽ വകുപ്പ് നിയമത്തിൻ്റെ 19ാം വകുപ്പ് പ്രകാരമാണ് ഈ അറസ്റ്റിനുള്ള അധികാരം EDക്ക് കൊടുക്കുന്നത്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് അത് നമ്മൾ ഇതിൻ്റെ കൂടെ കാണേണ്ടതാണ്. ഈ കെജ്രിവാളിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് അത് കുറച്ചുകൂടി പുനഃപരിശോധിക്കണം. ആ അധികാരം അത്ര വേണോ വേണ്ടിയോ എന്നതിനെക്കുറിച്ച് റിവ്യൂ നടക്കണം എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പം അത്രയ്ക്കും പ്രധാനപ്പെട്ടതാണിത്. ഒരു ആരെയും നിങ്ങൾക്ക് ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാനാകും എന്ന അധികാരം ഒരു തെളിവിൻ്റെ കടലാസ് പോലും ഇല്ലാതെ ഇത് ചെയ്യാൻ പറ്റും എന്നത്. ഇപ്പോൾ 100 കോടിയുടെ ഇടപാട് നടന്നു എന്നാണ് പറയുന്നത്. ഒന്നാമത് ആ നയം തന്നെ പിൻവലിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ആ മദ്യനയം പിൻവലിച്ച് കഴിഞ്ഞിട്ടുണ്ട്. മദ്യനയമാണല്ലോ, ഈ മദ്യനയമാണ് ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. അപ്പം ആ മദ്യനയം ഉണ്ടാക്കുന്നതിന് രൂപപ്പെടുത്തുന്നതിന് വിവിധ കമ്പനികളും വിവിധ ആളുകളും അതിന് പണം കൊടുത്തു, അതിന് കിക്ക് ബാക്ക് ഉണ്ടായി എന്നാണല്ലോ പറയുന്നത്. ഇത് തെളിയിക്കുന്ന ഒരു സാധനവും ഇതുവരെ ഒരു യഥാർത്ഥ തെളിവും ഹാജരാക്കാൻ EDക്ക് സാധിച്ചിട്ടില്ല. ED വരെ 150 ഫോണുകൾ തന്നെ നശിപ്പിക്കപ്പെട്ടു. അപ്പൊ EDക്ക് കൂടുതൽ ദിവസം കസ്റ്റഡിയിൽ കൊടുക്കണമെന്ന് ED ആവശ്യപ്പെട്ടിരുന്നു പിന്നെ കെജ്രിവാളിനെ. കൊടുത്തില്ലല്ലോ കോടതി. അവിടെ കോടതി എടുത്തിട്ടുള്ള ഒരു സമീപനം എന്ന് പറഞ്ഞത് ഇങ്ങനെ കസ്റ്റഡിയിൽ വെച്ച് തെളിവുണ്ടാക്കുക എന്നുള്ള ഒരു രീതിയല്ല അവിടെ ഉണ്ടാവേണ്ടത് എന്ന് കോടതി പറയുകയുണ്ടായി. അപ്പോൾ തങ്ങളിവിടെ പറഞ്ഞതുപോലെ ഈ ഓൾറെഡി എന്തുണ്ട് BJPക്ക് ഒരു തിരിച്ചടിയുടെ സ്വരം ഇന്ത്യയിലാകെ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. ഉറപ്പായി ഇപ്പൊ നമ്മൾ കർണാടകയിലാവട്ടെ മറ്റിടങ്ങളിലാവട്ടെ, കർണാടകയിൽ പ്രജ്വൽ രേവണ്ണയുടെ ഒക്കെ പ്രശ്നങ്ങൾ ബാധിക്കും. 18 സീറ്റുകളിലേക്ക് വരെ കോൺഗ്രസ് എത്താൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോ സ്റ്റേറ്റ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അവിടെയൊക്കെ ഈ BJPക്ക് ഇപ്പോൾ തന്നെ തിരിച്ചടിയുടെ സ്വരമുണ്ട്. അവർ തന്നെ അത് മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഹരിയാനയുടെ ഉദാഹരണം താങ്കൾ പറഞ്ഞല്ലോ. ഹരിയാനയിലൊക്കെ വലിയ പ്രതിസന്ധി BJP നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. UPയിൽ അതിൻ്റെ ചലനങ്ങൾ ഉണ്ടാവുന്നുണ്ട്. റായ്ബറേലിയിൽ രാഹുൽ ചെല്ലുന്നു എന്ന് പറയുന്നതിന് എത്ര രൂക്ഷമായി ഇതിനെ കാണുന്നതിൻ്റെ ഒക്കെ ഒരു കാര്യം അതാണ്. മാത്രമല്ല നിങ്ങൾ നോക്കൂ, എത്ര പ്രാവശ്യമാണ് BJP ഗോൾ പോസ്റ്റ് മാറ്റിയിട്ടുള്ളത് എന്ന് നമ്മൾ കാണണം. മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആള് പിന്നെ എന്ത് പറയുന്നില്ല, വികസനത്തെക്കുറിച്ചോ ഗ്യാരണ്ടിയെക്കുറിച്ചോ അക്ഷരമില്ല. രാമക്ഷേത്രം വലിയ തോതിൽ എടുത്തിടുന്ന ആള് പിന്നെ രാമക്ഷേത്രത്തെ പറ്റി മിണ്ടുന്നില്ല. ഇപ്പൊ വന്ന് കോൺഗ്രസ് രാമക്ഷേത്രത്തെ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്നൊരു പ്രസ്താവനയുണ്ട് ആരുടെ മഹാരാഷ്ട്രയിലെ PCC അധ്യക്ഷൻ്റെ ഒരു പ്രസ്താവനയുണ്ട്. ഞങ്ങൾ രാമക്ഷേത്രം ശുദ്ധീകരിക്കും, കാരണം ശങ്കരാചാര്യ വിഭാഗത്തിൽപ്പെട്ട ശങ്കരാചാര്യന്മാരൊന്നും ഈ രാമക്ഷേത്ര പ്രതിഷ്ഠയെ അംഗീകരിച്ചിട്ടില്ല, അതുകൊണ്ട് ശരിയായ നിലയിൽ പ്രതിഷ്ഠ നടത്തുമെന്നാണ് പറഞ്ഞിട്ട്. അത് പൊളിറ്റിക്സ് ആയിരിക്കാം, പക്ഷെ ഓർമ്മിക്കുന്നില്ല, BJP ഓർമ്മിക്കുന്നില്ല. അതായത് ഈ രാമക്ഷേത്രം നിലവിൽ വന്നതോടുകൂടി ആ വിഷയം ഔട്ടായി അവിടെ ഇല്ലാതാവും. അപ്പൊ ഗോൾ പോസ്റ്റ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്, അവരുടെ പൊളിറ്റിക്സ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറെ കൂടി ശക്തമായ ഒരു പൊളിറ്റിക്സ് മുന്നോട്ട് വെക്കാൻ ഇന്ത്യ മുന്നണിക്ക് സാധിക്കുന്നുണ്ട്. ആ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലും നിർജ്ജീവമാക്കുന്നതിനെ കുറിച്ചുള്ള പൊളിറ്റിക്സാണ്. ഇപ്പോൾ വിദ്വേഷ പ്രസംഗത്തിനെതിരായൊരു പൊളിറ്റിക്സ് അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഖാർഗെ എഴുതിയ തുറന്ന കത്ത് അതിശക്തമായ ആക്രമണമാണ്. ഇതൊന്നും ഇന്ത്യയിലെ ജനങ്ങൾ മനസ്സിലാക്കില്ലെന്ന് നമ്മൾ കാണണ്ട. എല്ലാ നിലക്കും അതുകൊണ്ടാണ് സംവരണം, മുസ്ലിങ്ങൾ സമ്പത്ത് നേടുന്നു, മുസ്ലിങ്ങളുടെ ജനസംഖ്യ, തന്നെ വളരെ മോശമായ വിദ്വേഷ പരാമർശങ്ങൾ മാത്രം നടത്തി പോകുന്നത് അവസാന ആയുധം അതേ ഉള്ളൂ എന്ന് കരുതിയിട്ട് തന്നെയാണ്. അപ്പോൾ വീഴാൻ പോകുന്നുണ്ട്. അതിലേക്കുള്ള വലിയൊരു ഉന്ത് തന്നെയാണ് യഥാർത്ഥത്തിൽ കെജ്രിവാളിൻ്റെ വരവ്. മറ്റൊന്ന്, നേരത്തെ തങ്ങളിവിടെ സൂചിപ്പിച്ച
നയിച്ചു പോവുകയുണ്ടായി. ഒരു വലിയ വലിയ അവിടെ നേതൃത്വം രൂപപ്പെട്ടു. അതിഷി എന്ന് പറഞ്ഞൊരു നേതാവ് രൂപപ്പെട്ട് വരുന്നുണ്ട്. സുനിത കെജ്രിവാൾ എന്ന് പറയുന്നൊരു നേതാവ് രൂപപ്പെട്ട് പിന്നെ കെജ്രിവാൾ ജയിലിലിരിക്കെ അദ്ദേഹത്തിന്റെ ആശയഗതികൾ, അദ്ദേഹത്തിന്റെ സന്ദേശങ്ങൾ ജനങ്ങളോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അത് ജനങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു. മറ്റൊന്ന് ഗൗരവപൂർവ്വം നമ്മൾ കാണേണ്ടത്, നിങ്ങൾ നമ്മുടെ കേരളത്തിൽ അത്ര ശ്രദ്ധിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല, നാഷണൽ മീഡിയ തന്നെ മാറി തുടങ്ങി. ഇപ്പം വലിയ തോതിലുള്ള ഈ സിന്ദാബാദ് വിളി കുറഞ്ഞിട്ടുണ്ട്. അതായത് മൊത്തത്തിൽ കാറ്റ് മാറി വീശുകയാണോ എന്നുള്ളൊരു തോന്നലുണ്ടാക്കുന്നുണ്ട്. അതിലേക്ക് അപ്പം നമ്മൾ ചോദിക്കുക എല്ലാം കഴിഞ്ഞോ, ഇന്ത്യ മുന്നണി ജയിച്ചു എന്ന് പ്രഖ്യാപിച്ച് വിട്ടു പോകാനായോ? അതല്ലെന്നേ. തീർച്ചയായും ഒരു നേതൃശൂന്യതയോ നേതൃരാഹിത്യമോ, ആര് അതിനെ നയിക്കും, ഒരു ശക്തമായ നേതാവ്, അവിടുത്തെ ഒരു കടിപിടി ഉണ്ടാവുമോ, അഥവാ എന്താ പറയുക, ഒരു ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ, അതാണല്ലോ പൊതുവേ ചർച്ചാ വിഷയം, ഇന്ത്യ മുന്നണിക്ക് ഭരിക്കാനൊന്നും കഴിയില്ല. അതിലേക്കുള്ളൊരു കോൺട്രിബ്യൂഷൻ ആയിരിക്കും കുറച്ചുകൂടി ശക്തമായ കെജ്രിവാൾ എന്ന് എനിക്ക് തോന്നുന്നു. കെജ്രിവാളിനോടുള്ള നിരവധിയായ വിയോജിപ്പുകൾ, AAPയോടുള്ള വിയോജിപ്പുകൾ ഒക്കെ മാറ്റിവെച്ച് ഇന്നത്തെ ദിവസത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഈ അന്തിമഘട്ടത്തിൽ കെജ്രിവാളിനെ ദ ഹീറോ എന്ന് തന്നെ വിളിക്കേണ്ടി വരുന്നതാണ് എനിക്ക് തോന്നുന്നു. ആ കേസുമായി ബന്ധപ്പെട്ട് കോടതി പിന്നെ കുറച്ച് ഉപാധികളോടെയാണ് ഇന്ന് കെജ്രിവാളിന് ജാമ്യം നൽകിയിരിക്കുന്നത്. ആ ഉപാധികൾ മറ്റൊന്നുമല്ല, 50,000 രൂപയുടെ ഒരാൾ ജാമ്യം സ്വാഭാവികമാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശം നൽകുന്നത്, മുഖ്യമന്ത്രി എന്ന നിലയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോകാൻ പാടില്ല, സെക്രട്ടേറിയറ്റിലേക്കും പോകാൻ പാടില്ല. മറ്റൊന്ന്, ലഫ്റ്റനന്റ് ഗവർണറുടെ അനുമതി ഇല്ലാതെ ഒരു ഫയലിലും ഒപ്പുവെക്കരുത്. അതായത് മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള ഒരു പ്രവർത്തനങ്ങളും ഉണ്ടാവാൻ പാടില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരണം നടത്തരുത്. മറ്റൊന്ന്, സാക്ഷികളെ ആരെയും ബന്ധപ്പെടാൻ ശ്രമിക്കരുത്. അത് സ്വാഭാവികമായിട്ടും ഒരു കേസിൽ ആരോപണമുള്ള ഒരാൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇപ്പോൾ നമ്മൾ പറയുള്ളൂ പാസ്പോർട്ടൊക്കെ കെട്ടിവെക്കണം എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു ഉപാധികൾ മാത്രമാണ്. കോടതി പ്യുവറായിട്ടും ഈ ഇലക്ഷൻ പ്രചാരണത്തിന് തുറന്ന അവസരം അദ്ദേഹത്തിന് നൽകുകയാണ്. മുസമാഷ് നേരത്തെ പറഞ്ഞൊരു കാര്യത്തിലേക്ക് കുറച്ചുകൂടി ഡാറ്റകൾ കൂട്ടിച്ചേർക്കാമെന്ന് ഞാൻ കരുതുകയാണ്. അപ്പം BJPയെ സംബന്ധിച്ചിടത്തോളം 400 സീറ്റിന്റെ ഒരു ആത്മവിശ്വാസമാണ് ആദ്യഘട്ടത്തിൽ BJP മുന്നോട്ട് വെച്ചത്. പ്രധാനമന്ത്രി കേരളത്തിൽ വന്നോട്ട് പോലും കേരളത്തിൽ 2 അക്കം കടക്കുമെന്ന വലിയ ആത്മവിശ്വാസം വരെ അദ്ദേഹം ആദ്യഘട്ടത്തിൽ ഉയർത്തിയിട്ടുണ്ട്. 400 സീറ്റുകൾക്ക് മുകളിൽ ഞങ്ങൾ പോകും, അങ്ങനെ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ഇവിടെ ഭരണഘടന തിരുത്തപ്പെടും, ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്തും എന്ന ധ്വനി നൽകുന്ന പ്രഖ്യാപനങ്ങൾ തുടർച്ചയായിട്ട് BJP നടത്തി. പക്ഷേ ആ പ്രഖ്യാപനങ്ങളെല്ലാം BJPക്ക് തിരിച്ചടിയായി മാറുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഉത്തർപ്രദേശിൽ അടക്കം BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ണ് എന്ന് പറയുന്ന ഹിന്ദി ബെൽറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമായ ഉത്തർപ്രദേശിലടക്കം ഈ 400 സീറ്റ് പ്രഖ്യാപനം പോലും തിരിച്ചടിയായിട്ടുണ്ട് എന്നാണ് മാധ്യമങ്ങൾ വിലയിരുത്തുന്നത്. കാരണം അവിടെ ഈ സംവരണം എടുത്തു കളയപ്പെടും എന്ന ഒരു ചിന്ത SC/ST വിഭാഗങ്ങൾക്കിടയിലും OBC വിഭാഗങ്ങൾക്കിടയിലൊക്കെ ഉണ്ടാക്കിയെടുക്കുവാൻ ഇതിന് കാരണമായിട്ടുണ്ട്. BJP എന്ത് ഉന്നം വെച്ചാണോ സംവരണം എടുത്തു കളയുമെന്ന് പറഞ്ഞത്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റായ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പലയിടങ്ങളിലും ഇത് BJPക്ക് തിരിച്ചടിയാകും. അതുകൊണ്ട് ഇപ്പോൾ BJP തന്നെ 400 സീറ്റ് എന്ന ഒരു സ്വപ്നം BJPക്ക് പോലും ഇല്ല എന്ന് ആദ്യത്തെ 3 ഘട്ട തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തന്നെ മനസ്സിലാവുകയാണ്. ഈ ആദ്യത്തെ 3 ഘട്ട തെരഞ്ഞെടുപ്പ് പ്രധാനമാണ്. 160-ലധികം സീറ്റുകൾ BJPക്ക് ഉള്ളത് ഈ ആദ്യത്തെ 3 ഘട്ടം കഴിഞ്ഞ സംസ്ഥാനങ്ങളിലാണ്, സീറ്റുകളിലാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള അങ്ങോട്ടുള്ള ഘട്ടങ്ങളിൽ ഓരോ സീറ്റും BJP സംബന്ധിച്ച് നിർണായകമാണ്. ഈ 3 സംസ്ഥാനങ്ങളിൽ നഷ്ടപ്പെടുന്ന സീറ്റിന് പുറമെ ഉത്തർപ്രദേശിൽ വലിയ നഷ്ടം BJPക്ക് ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം ഇതുള്ള ഏറ്റവും പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്ന മറ്റൊരു കാര്യം, നരേന്ദ്രമോദി അമിത്ഷാ കൂട്ടുകെട്ടിന് വലിയ ക്ഷതമേൽക്കാൻ സാധ്യതയുണ്ട് എന്നാണ്. ഈ നരേന്ദ്രമോദി അമിത്ഷാ കൂട്ടുകെട്ട് നിലനിൽക്കണമെങ്കിൽ, ആ കൂട്ടുകെട്ട് ജനങ്ങൾ അംഗീകരിക്കണമെങ്കിൽ ഏകദേശം 400 സീറ്റിലധികം BJP നേടണം എന്ന സ്ഥിതി ഉണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ കേവല ഭൂരിപക്ഷത്തിൽ കൂടുതൽ സീറ്റുകൾ BJPക്ക് ഒറ്റക്ക് നേടാൻ കഴിഞ്ഞാൽ മാത്രമേ ഈ മോദി പ്രഭാവം ഉണ്ട് എന്ന് പറയാൻ കഴിയുകയുള്ളൂ. അതല്ല, നമ്മളെ ഈ ഇതില്ലേ, നമ്മളെ വോട്ടിംഗ് ശതമാനം നോക്കിയാൽ തന്നെ മനസ്സിലാവും കൃത്യമാണ്, അങ്ങനെ ഒരു തരംഗമൊന്നും ഇല്ല എന്നുള്ളതാണ്. അപ്പം ഈ കൃത്യമായ കേവല ഭൂരിപക്ഷം BJPക്ക് നേടാൻ കഴിയാത്തൊരു സ്ഥിതി ഉണ്ടായാൽ അമിത്ഷാ അല്ലെങ്കിൽ പ്രധാനമന്ത്രി സ്ഥാനത്ത് നരേന്ദ്രമോദി ഉണ്ടാകുമോ എന്ന് പോലും സംശയമാണ്. കാരണം ഈ നരേന്ദ്രമോദിക്കെതിരായ ഒരു പ്രഭാവം ആ പാർട്ടിക്കുള്ളിൽ നേരത്തെ തന്നെ ഉള്ളതാണ്. പക്ഷെ കഴിഞ്ഞ തവണ ഒരു വലിയ മാർജിൻ BJPക്ക് ലഭിച്ചതുകൊണ്ട് അതങ്ങ് മുങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. ആ പ്രഭാവം ഇപ്പോഴും ആ പാർട്ടിക്കകത്ത് നിൽക്കുന്നുണ്ട്. ഈവൻ UPയുടെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പോലും വിചാരിക്കുന്നത് ഒരു വലിയ മാർജിനിലേക്ക് മുഖ്യമന്ത്രി നരേന്ദ്രമോദി അമിത്ഷാ കൂട്ടുകെട്ട് വരരുത്
ഉണ്ടാകരുത് എന്നാണ്. അങ്ങനെ വന്നാൽ യോഗി ആദിത്യനാഥിന് വലിയ തിരിച്ചടി ഉണ്ടാവുന്നതാണ്. ആ നിലയിൽ അവിടെ ആന്തരികമായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതനുസരിച്ചാണെങ്കിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ, UP അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വലിയ തോതിൽ ഓൾറെഡി ബി ജെ പി അപകടത്തിൽ നിൽക്കുകയാണ്. ആ സമയത്താണ് ഒരു ബൂമറാങ് കണക്കെ കോടതി ഈ കെജ്രിവാളിനെ അങ്ങോട്ട് തുറന്നു വിടുന്നത്. ഇത് AAP എന്ന പാർട്ടിയെ പോലും ശക്തമാക്കും അല്ലേ സുമാഷേ? ഉറപ്പായിട്ടും AAP ശക്തി ആർജിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം AAP അല്ലെങ്കിൽ തന്നെ ജനങ്ങളെ മറ്റൊരു ശക്തമായ പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ വന്നിട്ടുണ്ട്. അവിടെയാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ നയങ്ങളല്ല, അതിൻ്റെ ജനങ്ങളെ ആകർഷിക്കുന്ന ഒരു സമീപനം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് ഈ പറഞ്ഞ മാതിരി ഇന്ത്യൻ പൊളിറ്റിക്സിൻ്റെ ഒരു പ്രത്യേകത അതാണ്. നമ്മൾ എന്തൊക്കെ ആശയമൊക്കെ പറഞ്ഞാലും ഒരു നേതാവ് എന്ന് പറയുന്നത് ഇന്ത്യൻ പൊളിറ്റിക്സിൽ വളരെ കാര്യപ്പെട്ട ഒരു സംഗതിയാണ്. അതാണ് BJP ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു നേതാവിനെ ഉയർത്തിക്കൊണ്ടുവരികയാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ നമ്മൾ ഗുജറാത്ത് ഒരു ഒരു ഭാഗത്ത് വികസന സംഗതിയായിട്ടും ഗുജറാത്തിനെ അവതരിപ്പിച്ചു, മറുഭാഗത്ത് ഗുജറാത്ത് വംശഹത്യയുടെ ഒരു വർഗീയതയുടെ എലമെന്റ്. ഇത് രണ്ടും കൂടി ചേർത്തിട്ടാണ് പിന്നെ കോർപ്പറേറ്റുകളുടെ പിന്തുണയും ചേർത്തിട്ടാണ് മോദി എന്നൊരു ബ്രാൻഡിനെ രൂപപ്പെടുത്തി കൊണ്ടുവന്നിട്ടുള്ളത്. പ്രതിപക്ഷത്തിന് പലപ്പോഴും ഇല്ലാതെ പോയതും അത് തന്നെയായിരുന്നു. രാഹുലിൻ്റെ ഒരു കാലത്തുള്ള കൺസിസ്റ്റൻസി ഇല്ലായ്മയും അങ്ങനെ പല പ്രശ്നങ്ങളുള്ളത് കൊണ്ട് ഒരു നേതാവിൻ്റെ ഒരു ഭയങ്കരമായ ഒരു നേതാവ് ഉണ്ടായി വന്നില്ല എന്നൊരു പ്രശ്നമായിരുന്നു. അപ്പോൾ AAP നേരത്തെ തന്നെ AAP തുടക്കം മുതലേ ചെയ്തുകൊണ്ടിരിക്കുന്ന കെജ്രിവാളിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള രീതിയിലാണ് പോയിട്ടുള്ളത്. അപ്പം അത് അങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നേതാവ് കുറച്ചുകൂടി സ്വീകാര്യനും വളർന്നും കുറെ കൂടി ഹീറോയിക്കായി വരുന്നു എന്ന് പറയണത്, കുറെ കൂടി നായക സ്വഭാവത്തോടു കൂടി വരുന്നു എന്നുള്ളത് ഉറപ്പായിട്ടും തങ്ങൾ സൂചിപ്പിച്ചതുപോലെ ആ പാർട്ടിക്ക് ഗുണം ചെയ്യും. ആ പാർട്ടിക്ക് ഗുണം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സാഹചര്യത്തിൽ അത് ഇന്ത്യ മുന്നണിക്ക് ഗുണം ചെയ്യും എന്നുള്ളത് തന്നെയാണല്ലോ നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഇന്ത്യ മുന്നണിക്കകത്ത് പാർട്ടികൾ പഴയതെന്ന് വ്യത്യസ്തമായി ഇപ്പോൾ കോൺഗ്രസ് വലിയ തോതിലുള്ള കോംപ്രമൈസിന് അവർ തയ്യാറായിട്ടുണ്ട്, വളരെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടുണ്ട്. കുറഞ്ഞ അവർ മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണം കുറച്ചിട്ടുണ്ട്. എല്ലായിടത്തും പരസ്പരം സഹകരിച്ചുകൊണ്ട് തന്നെയാണ് അവർ പ്രവർത്തിക്കുന്നത്, ഒറ്റയായി പ്രവർത്തിക്കുന്നുണ്ട്, ഒറ്റ കൂട്ടമായി തന്നെ അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് തരുന്നൊരു പ്രതീക്ഷ. നമ്മൾ വിചാരിക്കുന്നത് BJP അധികാരത്തിൽ പോവില്ലയോ എന്നുള്ളതല്ല, ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ചൊരു പ്രതീക്ഷ നമുക്ക് തരുന്നുണ്ട്, ഇന്ത്യയുടെ ഇലക്ഷൻ സിസ്റ്റത്തെക്കുറിച്ചൊരു പ്രതീക്ഷ നമുക്ക് തരുന്നുണ്ട്. ഇത് മുഴുവൻ നാളെ രാവിലെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. 1925 ഞങ്ങളുടെ 100ാം വാർഷികമാണ്, അതുകൊണ്ട് ഇതെല്ലാം ശരിയാക്കി കളയാം. 1925 രൂപപ്പെടുത്തിയ RSSൻ്റെ 2025 ആകുമ്പോഴുള്ള ആ പൂർത്തിയാകുന്ന അജണ്ട നടപ്പിലാക്കാൻ പോകുന്നു എന്നതിനൊക്കെയുള്ള തിരിച്ചടിയും കൂടിയാണിത്. ഇതൊക്കെ ആളുകൾ കാണുന്നുണ്ട്. ജനങ്ങൾ ഇത്രയും ഈ വിദ്വേഷമൊക്കെ ഇങ്ങനെ വാരി വിതറി കഴിഞ്ഞാൽ പിന്നീട് എന്താവും എന്നൊക്കെ ജനങ്ങൾക്ക് ആശങ്കയും പ്രശ്നവും ഉണ്ട്. നമ്മളാരും അങ്ങനെ വില കുറച്ച് കാണണ്ട. ഇപ്പം ഇന്ദിരാഗാന്ധി അമിത അധികാര പ്രയോഗം നടത്തിയപ്പോൾ ബീഹാറിലൊക്കെ സാധാരണ മനുഷ്യന്മാർ വോട്ട് ചെയ്തിട്ടാണ് അവർക്ക് തിരിച്ചടി കൊടുത്തിട്ടുള്ളത്. അതാ സംഗതി ഇന്ത്യയിലുണ്ട്, അതുണ്ട് എന്ന് തന്നെ നമ്മൾ അങ്ങനെ വിശ്വാസം അർപ്പിക്കണം. ജനാധിപത്യത്തിൽ വിശ്വാസം അർപ്പിച്ച് മാത്രമേ നമുക്ക് പോകാൻ ഒക്കെയുള്ളൂ. അതിലേക്കുള്ള ഒരു ചുവടുവെപ്പ് ആയി തന്നെയാണ് നമ്മൾ ഇതിനെ കാണേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു. അപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ഒരു സൂപ്പർ ഹീറോയായി തിരിച്ചു വരുന്നു എന്ന് തന്നെയാണ് ഇന്ന് കോടതി നൽകിയിരിക്കുന്ന ഈ ഉത്തരവിലൂടെ വ്യക്തമാകുന്നത്. വരുന്ന ദിവസങ്ങൾ കെജ്രിവാളിൻ്റെതാണ്. അദ്ദേഹം സ്വാഭാവികമായിട്ടും ഇന്ന് ജാമ്യം നേടിയ സ്ഥിതിക്ക് ഇന്ന് രാത്രിയോടെ തന്നെ അദ്ദേഹം ജയിൽ മോചിതനാകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. ED ഒരു അധിക കുറ്റപത്രമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും അദ്ദേഹത്തിൻ്റെ മോചനത്തിന് തടസ്സമാകാൻ ഇടയില്ല. ജൂൺ 2 അദ്ദേഹത്തിന് ജയിലിലേക്ക് തിരിച്ചു പോകണം. റിസൾട്ടിൻ്റെ ദിവസം വരുമ്പോൾ ആ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ കെജ്രിവാൾ നമുക്ക് മുന്നിലുണ്ടായില്ല. അദ്ദേഹം തിഹാർ ജയിലിലായിരിക്കും ആ സമയത്ത്. അപ്പോൾ എന്തായാലും കെജ്രിവാൾ എന്ന് പറയുന്ന വലിയ ഒരു നേതാവിന് ശക്തി പകരുന്ന, കെജ്രിവാളിന് ഒരു ഡബിൾ പവർ നൽകുന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. കെജ്രിവാൾ ശക്തി ആർജിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യ മുന്നണി ശക്തി ആർജിക്കുന്നു എന്നാണ് അർത്ഥം. ഇന്ത്യ മുന്നണിയുടെ ശക്തനായ ഒരു നേതാവായി കെജ്രിവാൾ മാറും വരും ദിവസങ്ങളിൽ. അതെന്ത് പ്രതിഫലനം നമ്മുടെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കും എന്ന് നമുക്ക് നോക്കിയിരിക്കാം. എന്തായാലും ജൂൺ 4 റിസൾട്ട് വരുമ്പോൾ ഇതിൻ്റെ എല്ലാം മറുപടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഓഫ് ബീറ്റിൽ മറ്റൊരു വിഷയത്തിൽ വീണ്ടും കാണാം. നന്ദി. Way2Nikah.com, the exclusive Muslim matrimonial site.